السلام عليكم ورحمة الله. اللهم اجعلنا من المتعلمين الفائزين الأخروين. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله أما بعد. വലഹുൽ ബൈഉ വലഹു കിറാദിലെ ആമിലിനുണ്ട്. അൽ ബൈഉ കിറാദിൻ്റെ ചരക്ക് വിൽക്കലുണ്ട്. ബി അർലിൻ ദീനാർ ദിർഹമല്ലാത്ത ചരക്കിന് പകരം, തേങ്ങക്ക് പകരം, അടക്കക്ക് പകരം, കശുവണ്ടിക്ക് പകരം, അങ്ങനത്തെ സാധനങ്ങൾക്ക് പകരം വിൽക്കുക. പറഞ്ഞാൽ അതിനെ വിലയായി സ്വീകരിച്ചിട്ട്, തേങ്ങ വിലയായി സ്വീകരിച്ചിട്ട് ഈ സാധനം വിൽക്കുക. അതിൻ്റെ ജായിസാൻ കാരണം അന്നഹു, കാരണം ഈ ചരക്കിന് പകരം വിൽക്കുക എന്നുള്ളത് തെരിയക്കുൻ, അതൊരു മാർഗമാണ്. ഫിൽ ഇസ്തിർബാഹി, ലാഭം സമ്പാദിക്കുന്നതിലുള്ളതായ. ഈ കിറാദിൻ്റെ ഉദ്ദേശം ലാഭം നേടലാണല്ലോ. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു സാധനം പൈസക്ക് വിൽക്കുന്നതിൽ ഏറെ ലാഭം കിട്ടും തേങ്ങക്കും അടക്കക്കും പകരം വെക്കുമ്പോൾ. കാരണം അരി വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ലാഭം ഉണ്ടാവും, ഈ സാധനത്തിന് വിറ്റ ഒരു ലാഭവും, പിന്നെ തേങ്ങ അടക്കി വിൽക്കുമ്പോൾ അതിന് വേറൊരു ലാഭം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അങ്ങനെ വെക്കാം. വലഹു, ഇനി ആമിലേക്ക് ജായിസാണ് അർ റദ്ദു, വാങ്ങിയ സാധനം, കിറാദിന് വേണ്ടി വാങ്ങിയ സാധനം ബായിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. ബി ഐബിൻ, ഐബുണ്ടായ കാരണം കൊണ്ട് തിരിച്ചു കൊടുക്കുക. എങ്ങനെയുള്ളതായിരിക്കുന്ന റദ്ദാണ്? തക്തദീഹി, ആ തിരിച്ചു കൊടുക്കലിനെ തേടുന്നുണ്ട്. മസ്ലഹത്തുൻ, ഗുണം തേടുന്നുണ്ട്. മസ്ലഹത്തുണ്ട്, തിരിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും മസ്ലഹത്തുണ്ട്. അങ്ങനെയുള്ളതായ റദ്ദ് ചെയ്യൽ ആമിലേക്കുണ്ട്. വൈൻ റദിയൽ മാലിക്കു, ഈ മാലിക്ക്, കിറാദിൻ്റെ മാലിക്ക് തൃപ്തിപ്പെട്ടാലും ശരിപ്പില്ല, ഈ വാങ്ങിയ സാധനത്തിലുള്ളതായിരിക്കുന്ന ഐബുകൊണ്ട് അയാൾക്ക് തൃപ്തിയാണ്, എന്നാലും ആമിലേക്ക് മടക്കി കൊടുക്കാം. എന്താ മാലിക്ക് തൃപ്തി? ഇപ്പം മാലിക്കിൻ്റെ പൈസ എടുത്തല്ലേ വാങ്ങിയത്, എന്നിട്ടും ഇവിടെ ആമിലേക്ക് മടക്കി കൊടുക്കാൻ അറിയാൻ കാരണം അന്നലിൽ ആമിലി, കാരണം കിറാദിലെ തൊഴിലാളിക്കുണ്ട് ഹക്കൻ, അയാൾക്കും അവകാശം ഉണ്ടല്ലോ. ഫിൽമാരി, സ്വത്തിൽ ലാഭം കിട്ടിയ അയാൾക്കും കിട്ടുമല്ലോ. അതുകൊണ്ടാണ് മാലിക്കിൻ്റെ ഇതിനെ കണക്കിലെടുക്കേണ്ട അർത്ഥം. ഇനി ഇവിടെ ഇപ്പോൾ ഈ ഇബാറത്തിൽ അഥവാ വലഹു വർറദ്ദു ബി ഐബിൻ തക്തദീഹി മസ്ലഹത്തുൻ എന്ന ഇബാറത്ത് നഹവിയ നിനക്കൊരു സംശയം ഉണ്ടാവും. മറുപടി അറിയാം. സംശയം എന്താണെന്ന് വെച്ചാൽ അറദ്ദു എന്നുള്ള എനിക്ക് സിഫത്താണ് തക്തദീഹി മസ്ലഹത്ത് എന്നുള്ളത്. തക്തദീഹി മസ്ലഹത്ത് എന്നുള്ളത് ഫീലിയ ജുംലയാണ്. ഫീലിയ ജുംല നക്കാറത്തിനാണ് ഫായിദപ്പിക്കുക എന്നല്ലേ മുഖ്തസർ പോലത്തെ കിതാബുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ നെക്രയായിരിക്കുന്ന ഒരു വസ്തു എങ്ങനെ അറദ്ദു എന്നുള്ളതായിരിക്കുന്ന മാരിഫക്ക് സിഫത്തായി വരിക? സിഫത്തും മൗസൂഫും തമ്മിൽ നക്കാറത്ത് താരിഫിൽ യോജിക്കണമല്ലോ. അപ്പോൾ അത് ഇവിടെ ഉണ്ടാകുന്നില്ലല്ലോ എന്നൊരു സംശയം. അതിന് മറുപടി അറിയാം. അപ്പോൾ ജുംലത്തു തക്തദീഹി, മത്തിലുള്ള തക്തദീഹി മസ്ലഹത്തുൻ എന്നുള്ളതായിരിക്കുന്ന ഫീലും മഫൂലും ഫായിലും കൂടിയതായിരിക്കുന്ന ജുംലയാകുന്നത് സിഫത്തുർ റദ്ദു. അത് വർ റദ്ദു, അല്ലെങ്കിൽ കൂടി വെച്ചാൽ വലഹുർ റദ്ദു, അർ റദ്ദു എന്നുള്ളതിനൊക്കെയുള്ളതായിരിക്കുന്ന സിഫത്താണ്. അപ്പം എങ്ങനത്തെ റദ്ദാണ്? മസ്ലഹത്ത് ആ റദ്ദിനെ തേടുന്നുണ്ട്, അങ്ങനെയുള്ളതായ തിരിച്ചു കൊടുക്കലുണ്ട് എന്നാണ്. അങ്ങനെ പറ്റിയതിന് കാരണം പറയാം. വലാമുഹു, അതിന് അറദ് എന്നുള്ളതിലുള്ള അലിഫ്ലാമ് ലിൽ ജിൻസി, അത് ജിൻസിൻ്റെ അലിഫ്ലാമാണ്. ജിൻസിൻ്റെ അലിഫ്ലാം എന്താവും? ലഫ്ല് കൂടി അത് മാരിഫയാണെങ്കിലും മാനയിൽ കൂടി നെക്രിയാണ്. പിന്നെ ലഫ്ല് മാരിഫയും മാന നെക്രിയാണല്ലോ ജിൻസിൻ്റെ, കാരണം തിരിച്ചു കൊടുക്കലിൻ്റെ വർഗം എന്നാണ്. അപ്പോൾ ഒരു മൊയ്യനാകുന്നില്ല. അപ്പോൾ മാന നോക്കുമ്പോൾ സാധനം നെക്രിയാണ്. അപ്പോൾ അതപ്പം പിന്നെ ഈ തക്തദീഹി മസ്ലഹത്ത് എന്നുള്ളതായിരിക്കും നെക്ര എനിക്ക് സിഫത്താകുന്നതിന് വിരോധമല്ല. വനദീറുഹു, എന്നാൽ ഇതിൻ്റെ അഥവാ ഈ ജിൻസിൻ്റെ അലിഫ്ലാമുള്ളതായിരിക്കുന്ന മാരിഫക്ക് ഫീലിയ ജുംല അഥവാ നെക്ര സിഫത്തായി വന്നതിൻ്റെ ഒരു നദീർ ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വാക്കാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? വ ആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാർ, വ ആയത്തുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണ് അല്ലൈലു രാത്രിയാകുന്നത്. എങ്ങനെയുള്ളതായിരിക്കുന്ന രാത്രിയാണ്? നസ്ലഖു മിൻഹു, ആ രാത്രി നമ്മൾ ഊരിയെടുക്കുന്നു, നീക്കിയെടുക്കുന്നു, നഹാറ പകലിനെ. അവിടെ നോക്കൂ, അവിടെ അല്ലൈല് എന്നുള്ളതായിരിക്കുന്ന അരിഫ്ലാമുള്ളതായിരിക്കുന്ന മാരിഫക്കല്ലേ നസ്ലഖു മിൻഹു നഹാർ എന്നുള്ളതായിരിക്കുന്ന നക്കാറത്തിനെ ഫായിദപ്പിക്കുന്ന ഫീലിയാജുമിൻ്റെ സിഫത്തായത്. പാടെ ഇതാണ് പ്രശ്നം. അല്ലേ ഇതുണ്ട് ജിൻസിൻ്റെ അലിഫ്ലാമാണ്, ഏതെങ്കിലും മുഅയ്യന രാത്രി എന്നല്ല. അപ്പോൾ ലഫ്ള് മാരിഫിയാണെങ്കിലും അത് മഹനക്കറിയാണ്. ഇതൊക്കെ പറയാൻ കാരണം വേറെ മിൻഹാജിനെ കണ്ടമാനം ഷെറുണ്ടല്ലോ, പല ശാരീങ്ങളും ഇതിനെ മൂപ്പര മേലെ ഇത്രാളാക്കിയിട്ടുണ്ടാവും. അതിന് മറുപടിയും കൂടി പറയുകയാണ് ഷാരി. അതാണ് മൂപ്പര പവർ. ഷാരി എന്നുള്ള പേരെടുത്തത് കൊണ്ടാണല്ലോ. അത്തരം മഹത്തുക്കളുടെ വർക്കത്തുണ്ടല്ലോ നമ്മളെ ഇവരെ വെച്ച് ഉഹ്റയെ പിന്നെ ഇൽമിൻ്റെ ഒരു അംശമെങ്കിലും നമുക്കത് നൽകുമാറാവട്ടെ. അപ്പം എന്ത് പറഞ്ഞു? ഈ പിന്നെ മസ്ലഹത്ത് തേടുന്ന തിരിച്ചു കൊടുക്കൽ ആമിലേക്ക് ഉണ്ട്. അപ്പം മസ്ലഹത്ത് തേടിയ തിരിച്ചു കൊടുക്കലേ ഉള്ളൂ എന്ന് നോക്കുമ്പോൾ ഫൈൻ ഇഖ്തലത്ത്, ഇനി മസ്ലഹത്ത് തേടുന്നതിൽ ഇംസാക്ക, അയിബുള്ളതായിരിക്കുന്ന സാധനം തിരിച്ചു കൊടുക്കാതെ കിറാദിൻ്റെ സ്വത്തായി പിടിച്ചു വെക്കലിനെയാണ് തേടുന്നതെങ്കിൽ ഫലാ യറുദ്ദു,
അപ്പോൾ ആമില് തിരിച്ചു കൊടുക്കാൻ പാടില്ല. ഫിൽ അസുഹി പ്രകാരം. കാരണം ലാഭമാണ് ഉദ്ദേശം. ഈ ഐബുള്ള വിറ്റാലേക്ക് ചിലപ്പോൾ ലാഭകരം കിട്ടുക, അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. വസാനിന്ന് അസുഹിൻ്റെ മുക്കാബിലയാകുന്ന ലഹു ആമിലേക്ക് ഉണ്ട് എന്നാണ് അറദ്ദു. ഇംസാക്കിലാണ് മസ്ലഹത്തുള്ളത്, എന്നാലും അതിനെ തിരിച്ചു കൊടുക്കാനാ. കൽ വക്കീലി, വക്കീലിൻ്റെ മേൽ കിയാസ്. വക്കീലിനൊക്കെ അങ്ങനെയാണല്ലോ, ഒരു സാധനം വാങ്ങിയ ലൈബുണ്ടെങ്കിലും ഒരാളെ വാങ്ങാൻ വേണ്ടി വക്കാലത്താക്കി, വാങ്ങിയ ലൈബുണ്ട്, ഐബുള്ളവരോട് പിടിച്ചാലും ഗുണമുണ്ടെങ്കിലും എനിക്ക് തിരിച്ചു കൊടുക്കാമെന്നല്ല, അതുകൊണ്ട് തിരിച്ചു കൊടുക്കാമെന്നാണ്. അപ്പോൾ ഫറക്കല്ല വരും, അപ്പോൾ വക്കീലിൻ്റെ മേൽ കിയാസാക്കിക്കുക താനിക്കാർ. അവര് അഥവാ അസുഹാർ താനിക്കാരുടെ കിയാസിനൊക്കെ ഫർക്ക് പറഞ്ഞു. നിങ്ങളുടെ കിയാസ് ശരിയില്ല, കിയാസും മേൽ ഫാരിക്കാണ്. അത് വക്കീലും ആമിലും ഒരുപോലല്ല. എന്താ ഫർക്ക്? ബി അന്നൽ വക്കീല, നിശ്ചയമായിട്ടും വക്കീലാകുന്നത് ലീസലഹു, വക്കീലിനക്ക് ഇല്ല, ജോൻ ജായിസല്ല ഷിറാവുൽ മൈബി, ഐബുള്ളിനെ വാങ്ങാൻ പറ്റൂല. ബിഖിലാഫിൽ ആമിലി, ആമിൽ അങ്ങനല്ല, ഓനക്ക് ഐബുള്ള് വാങ്ങാൻ പറ്റും. എപ്പം വാങ്ങാൻ പറ്റും? ഇതാ ആമിൽ കണ്ടാൽ ഫീഹി, ഐബുള്ളിനെ വാങ്ങുന്നതിൽ കണ്ടാൽ രിബുഹൻ, ലാഭമുണ്ടെന്ന് കണ്ടിക്കുകയാണെങ്കിൽ ഓനക്ക് വാങ്ങാൻ പറ്റും. ആ വക്കീലിനക്ക് അങ്ങനെ ലാഭമുണ്ടെന്ന് കണ്ടാലും ഐബുള്ള് വാങ്ങാൻ പറ്റൂല. അപ്പോൾ ഐബുള്ള് വാങ്ങൽ ജായിസായിരിക്കുന്ന ആമിലിനോട്, ആമിലിനെ ജായിസല്ലാത്ത വക്കീലിനോട് നിങ്ങളാക്കിയ കിയാസ് മൽഫാരിക്കാണ്, നിങ്ങൾ കിയാസ് ശരിയില്ല എന്ന് മറുപടി അറിയും. അപ്പോൾ താൻ മറുപടിൻ്റെ മേൽ തഫരി ഫലാ യറുദ്ദു എന്ന് വെക്കുമ്പോൾ ആമിൽ തിരിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു മബീനെ, അങ്ങനത്തെ മബിയാണ് ഫിയ, മബീലുണ്ട് മസ്ലഹത്തുണ്ട്. ഇപ്പോൾ ഖിലാഫിൽ വക്കീൽ, വക്കീലിൻ്റെതിലുണ്ട്, വക്കീലിന് അങ്ങനെ പാടില്ലാത്ത കാര്യമാണല്ലോ ചെയ്തത്, അതുകൊണ്ട് അവർക്ക് മസ്ലഹത്തുണ്ടെങ്കിലും ഐബുള്ള തിരിച്ചു കൊടുക്കാം. ഇനി പറയാം വരിൽ മാലിക്ക്, എന്നാൽ മാലിക്കിനൊക്കെയുണ്ട് അറദ്ദു, ഐബുള്ളതായിരിക്കുന്ന സാധനം തിരിച്ചു കൊടുക്കലുണ്ട്. ഹൈസ് യജൂസുൽ ആമിലി, ആമിലേക്ക് ജായിസായിടത്തൊക്കെ, ആമിലേക്ക് ജായിസായത് അങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിൽ മസ്ലഹത്തുള്ളതായ തിരിച്ചു കൊടുക്കലാണുള്ളത്. തിരിച്ചു കൊടുക്കൽ മസ്ലഹത്തുള്ളതായിരിക്കും തിരിച്ചു കൊടുക്കൽ മാലിക്കിനൊക്കെ നടത്താം. ഫൈൻ ഇഖ്തലഫ, ഇനി മാലിക്കും ആമിലും കൂടി അഭിപ്രായ വ്യത്യാസമായാൽ ഫീഹി, തിരിച്ചു കൊടുക്കണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ അതിനെ തന്നെ വിരിക്കുകയാണ്. അതായത് ഫാറാദഹു, അങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു. അഹദുഹുമാ, ആമിൽ മാലിക് എന്നുള്ള ഒരാൾ പറഞ്ഞ് തിരിച്ചു കൊടുക്കണമെന്ന്, വാബാഹുൽ ആഖിറു, മറ്റേ ആൾ തിരിച്ചു കൊടുക്കേണ്ട അതുകൊണ്ട് വിലങ്ങുകയും ചെയ്ത്. ഇങ്ങനെ ഭിന്നിപ്പായാലോ അമില ബിൽ മസ്ലഹത്തി, എന്നാൽ അവിടെ കാലിയാർ ഇടപെടണം. കാലിയാരുടെ ഭാഗത്തുനിന്ന് അവിടെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഉമില അവിടെ പ്രവർത്തിക്കപ്പെടണം. കാദിൻ്റെ ഭാഗത്തുനിന്ന് ബിൽ മസ്ലഹത്തി, മസ്ലഹത്ത് കൊണ്ട് പീതാലിക്ക, മടക്കി കൊടുക്കുന്ന വിഷയത്തിൽ ആ മടക്കി കൊടുക്കുന്നതിൽ മസ്ലഹത്ത് എന്താണെന്ന് നോക്കുക. മടക്കി കൊടുക്കുന്നതിലാണോ മസ്ലഹത്ത്, എന്നാലും ആ മടക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് എടുക്കണം. ഇനി മടക്കി കൊടുക്കാണ്ടിരിക്കുന്നില്ല മസ്ലഹത്ത്, എന്നാലും എടുക്കണം. ഇനി പറയും വലായു ആമിലു, ഈ കിറാലിൽ തൊഴിലാളി ഇടപാട് നടത്താൻ പാടില്ല അൽ മാലിക്ക, ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി കാശ് കൊടുത്തായിരിക്കുന്ന മാലിക്കിനോട്. അപ്പോൾ സെയ്ദ് പൈസ കൊടുത്ത് അമ്രിന് കച്ചവടം ചെയ്യാൻ, അപ്പോൾ അമ്ര കച്ചവടം ചെയ്യാണ്, എന്നാൽ സെയ്ദിനിക്ക് തന്നെ വിൽക്കാൻ പറ്റൂല എന്നർത്ഥം. സെയ്ദ് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി വന്നാൽ അവന് കൊടുക്കാൻ പറ്റും, അവന് വിൽക്കാൻ പറ്റൂല. എങ്ങനെയാണ് മാലിക്കുമായിട്ട് ഇടപാട് തന്നതിൻ്റെ കോലം? ആമില് വിൽക്കലുകൊണ്ട് മാലിക്കിനിക്ക് വിൽക്കുക ഷെയ്യൻ വല്ല വസ്തുവിനെയും മാലിൽ ഖിറാദി, ഖിറാദിൻ്റെ സ്വത്തിൽപ്പെട്ട വല്ലതും വിൽക്കാന്നുകൊണ്ടുള്ള ഇടപാട് നടത്താൻ പറ്റൂല. എന്താ പറ്റില്ല അറിയാൻ കാരണം എന്നൽ മാല, കാരണം ഈ ഖിറാദിൻ്റെ സ്വത്തൊക്കെ ലഹു, അത് മാലിക്കിനിക്കുള്ളതല്ലേ. ആ മാലിക്കിൻ്റെ സാധനം മാലിക്കിനിക്ക് തന്നെ വിൽക്കാന്നുള്ളത് വരും, കൊണ്ട് പറ്റൂല. ബലായസ്തിരി, ആമില് വാങ്ങാൻ പാടില്ല അൽ ഖിറാദി, ഖിറാദിന് വേണ്ടി വാങ്ങാൻ പാടില്ല ബി അക്സറമിൻ റസുൽ മാലി, റസുൽ മാലിനേക്കാൾ അധികത്തിന്. അപ്പം മാലിക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ ആകെയൊക്കെ കൊടുത്ത് 2 ലക്ഷമാണ് കൊടുത്തത്, ആ 2.5 ലക്ഷത്തിൻ്റെ സാധനം വാങ്ങിക്കൊണ്ടുവരിക, 1 ലക്ഷം കടാക്കിയിട്ട്, അത് ചെയ്യാൻ പാടില്ല. ഫൈൻ ഫാല, ഇനി അങ്ങനെ വല്ല ആമിലും അങ്ങനെ ചെയ്ത് കൊടുത്ത പൈസനേക്കാൾ കൂടുതൽ സാധനം ചരക്ക് വാങ്ങിയിട്ടാലോ ലം യഖ്മാ സാദാ, റസുൽ മാലിനേക്കാൾ യാസ്തി ഉള്ളതായിരിക്കുന്ന യാസ്തിക്ക് വാങ്ങിയത് സംഭവിക്കൂല. ജിഹത്തിൽ ഖിറാദി, അത് ഖിറാദിൻ്റെ ജിഹത്തിലായിട്ട് സംഭവിക്കൂല. അത് മറിച്ച് ഈ ആമിൽ അവൻ്റെ ദിമ്മത്തിൽ വാങ്ങിയതായിട്ട് കൂട്ടും, അവൻ്റെ സാധനമായിട്ടാണ് കൂട്ടുക. വലായസ്തിരി, അതുപോലെ ആമിൽ വാങ്ങാൻ പാടില്ല മൻ, ഒരടിമനെ. എങ്ങനത്തെ അടിമയാണ്? യത്തിക്കോ, അടിമ ഇത്തുക്കാകൽ സിദ്ധിക്കുമ്പോൾ മാലിക്ക്, മാലിക്കിൻ്റെ മേൽ കേടായിട്ട്. പക്ഷേ മാലിക്കിൻ്റെ മിൽക്കിൽ അത് അയാൾ അടിമ നിൽക്കൂല. മാലിക്കിൻ്റെ ഉടമയിൽ വരലോട്, മാലിക്കിനാൽ കാശ് കൊടുത്ത ആൾ കിറാദിൻ്റെ മാലിക്ക്, അയാളുടെ മിൽക്കിൽ വരലോട് ഇത്തുക്കായി പോവും. അതാരാണ് അങ്ങനെ ഇത്തുക്കാകുന്നത്? ബിൻ ഉസൂലിഹിയോ ഫുറൂഹി, മാലിക്കിൻ്റെ അസ്ലുകൾ, മാലിക്കിൻ്റെ ഉമ്മ, പാപ്പ, വല്യപ്പ, വല്യമ്മ, അങ്ങനത്തെ ഒരു. ഇപ്പോൾ ഫുറൂഹി, അതുപോലെ തന്നെ മാലിക്കിൻ്റെ ഫറുകൾ എന്ന് പറഞ്ഞാൽ മാലിക്കിൻ്റെ മകന്, മകള്, മകൻ്റെ മകള്, മകളെ ഇവരൊക്കെ ആണല്ലോ. അപ്പോൾ അസ്ലു ഫറുവിനെ നമ്മൾ ഒരടിമയാണെങ്കിൽ വാങ്ങിയാൽ വാങ്ങുന്നവൻ്റെ മിൽക്കിൽ വിരലോടുകൂടി സ്വതന്ത്രമാകുന്നതാണ്.
അപ്പം അങ്ങനത്തെ പോലെ ഈ ആമിൽ പോയിട്ട് വാങ്ങാൻ പറ്റൂല. ബിഗൈരി ഇദ്നിഹി, മാലിക്കിൻ്റെ സമ്മതം ഇല്ലെങ്കിലേ പറ്റാത്തുള്ളൂ. സമ്മതം ഉണ്ടെങ്കിൽ മാലിക്കിന് ചിലപ്പം ബാപ്പനെ ഇത്കാക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി പറഞ്ഞാൽ വാങ്ങിക്കോട്ടെ, അല്ലേ വാങ്ങാൻ പറ്റൂല. വക്കത അങ്ങനെ ഇത്കാകുന്ന അസ്ലി ഫറിന് വാങ്ങാൻ പറ്റാത്ത മാതിരി തന്നെയാണ് സൗജുഹു, മാലിക്കിനൊക്കെയുള്ളതായിരിക്കുന്ന ഭാര്യ. മാലിക്കിൻ്റെ ഭാര്യ വെള്ളാട്ടിപ്പെണ്ണായിരുന്നു. ആ വെള്ളാട്ടിപ്പണ്ണിൻ്റെ സയ്യിദാരാണോ അയാളേക്കൊന്നും പോയി കാഞ്ഞ് വാങ്ങി ഈ ആമിര് പാടില്ല. അതെ ലായസ്തരിഹി, ആമിര് ആ സൗജിനെ വാങ്ങാൻ പാടില്ല. ബിഗൈരി ഇദ്നിഹി, സയ്യിദിൻ്റെ സമ്മതല്ലാതെ വാങ്ങാൻ പാടില്ല. ദക്കറൻ കാന ഔ ഉൻസ, ഇവിടെ ഈ സൗജ് ആണാവട്ടെ പെണ്ണാവട്ടെ, സൗജ് എന്നുള്ളത് ആണിനും പെണ്ണിനും ഉപയോഗിക്കുന്ന വാചകമാണ്. അപ്പോൾ ഈ പൈസ കൊടുത്തതൊരു പെണ്ണാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ ഭർത്താവ് പിന്നെ അടിമയാണ്. എന്നാൽ ആ അടിമനെ ഒരാൾക്ക് വാങ്ങാൻ പാടില്ല. അർത്ഥം അതുപോലെ തന്നെ പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ. ഫിൽ അസുഹ, അസുഖ പ്രകാരം വാങ്ങാൻ പാടില്ല. വലൗഫാല എന്നിരിക്കെ വലൗഫാല ഈ ആമിര് പ്രവർത്തിച്ചാൽ, ഐ ഇസ്തറായത് ആമിര് വാങ്ങിയാൽ കരീബ, മാലിക്കിൻ്റെ കരീബിനെയോ അബിസൗജ അല്ലെങ്കിൽ മാലിക്കിൻ്റെ സൗജിനെയോ വാങ്ങിയാൽ ലം യഖ്, ആ വാങ്ങിയത് സംഭവിക്കൂല. ലിൽ മാലിക്ക്, മാലിക്കിനൊക്കെ സംഭവിക്കില്ല, മാലിക്കിൻ്റെ സ്വത്തായിട്ട് വരൂല. എന്താ മാലിക്കിന് സംഭവിക്കാണ്ടിരിക്കാൻ കാരണം? ലി അല്ലാ തളറ, മാലിക്ക് അടങ്ങാറാകാതിരിക്കാൻ വേണ്ടി ദഫീത്തിൽ മാലിനെ നഷ്ടപ്പെടുത്തലുകൊണ്ട്. കാരണം പിന്നെ ബാപ്പനെ ഇമ്മനെ ഒക്കെയാണ് വാങ്ങിയെങ്കിൽ വാങ്ങലോടുകൂടി ഇപ്പോൾ 10 ലക്ഷം കൊടുത്ത് വാങ്ങിയാൽ ആ വാങ്ങി സെക്രട്ടറി തന്നെ സ്വാതന്ത്ര്യമില്ല, അപ്പോൾ അയാളെ പൈസ അങ്ങ് പോയില്ലേ. അപ്പോൾ ഇംബിസാഹി നിക്കാഹി, ഇനി സൗജിനെ വാങ്ങുമ്പോൾ നിക്കാഹ് ഫസ്ഹാകും. അതായത് ഒരടിമയായിരിക്കുന്ന ഭാര്യനൊക്കെ വാങ്ങിയാൽ ആ വാങ്ങിയാലുള്ള സ്വാതന്ത്ര്യം പിന്നെ അവർക്ക് നിക്കാഹിനെ ഫസ്ഹ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാളെ ഭാര്യ രണ്ടായി പോകുമല്ലോ, ഉണ്ടാവാൻ പറ്റൂല. വയക്കൂ സിറാവു, അങ്ങനെ വാങ്ങിയാൽ വയക്കൂ സിറാവു, അടിമയുടെ ഈ പിന്നെ ഇതുക്കാകുന്ന ആളുകൾ അതുപോലെ തന്നെ സൗജിനൊക്കെ വാങ്ങൽ സംഭവിക്കും. ഇലാമിരി, ആമിലിക്കായിട്ട് സംഭവിക്കും. ഇപ്പോൾ ഇരസ്തറായ ആമിൽ വാങ്ങിയത് ദിമ്മത്തി, കിറാലിന് കൊടുത്ത പൈസ എടുത്തിട്ടല്ല, മറിച്ച് ആമിലിൻ്റെ ദിമ്മത്തിലായിട്ട് ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഉത്തരവാദിത്തത്തിൽ വാങ്ങിയാണ് എങ്കിൽ ഫൈനിസ്തറായിന് അതല്ല, ആമിൽ വാങ്ങിയത് ബി മാലിൽ കിറാലി, കിറാലിൻ്റെ അയിനുമാൽ എടുത്തിട്ട് തന്നെയാണ്. അപ്പം അതേ പൈസ കൊടുത്ത് വാങ്ങിയെങ്കിലോ പത്തല, ആ വാങ്ങലിനെ പത്തിലാവും. അപ്പം മുക്കാബിലുൽ അസുഹി ഫിസൗജി, അപ്പം പറഞ്ഞല്ലോ വക്കതാ സൗജുഹു ഫിൽ അസുഹീന്ന്, സൗജിനെയും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അസുഹിൻ്റെ മുക്കാൽ പറഞ്ഞാൽ സൗജിനെ വാങ്ങാന്നാണല്ലോ. ആ അസുഹിൻ്റെ മുക്കാബില സൗജിൻ്റെ അകത്ത് വാങ്ങാമെന്ന് പറയുന്നവർ എന്നൂറോട് നോക്കുന്നു. ഇലാ തവക്കുഇ ഫീ ശിറായിഹി, ലാഭത്തിനെ പ്രതീക്ഷിക്കലിലേക്ക്. ഫീ ശിറായി, ആ സൗജിനെ വാങ്ങുന്നതിന് ചിലപ്പോൾ വലിയ ലാഭം കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സൗജ് എന്നുള്ളത് ദക്കറിനും ഉൻസക്കും പറയുന്ന വാക്കാണ്. എന്നാൽ അവ ഇത്തിലാക്കു വലിയ ഉൻസ, അങ്ങനെ ആണിന് പറയുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. സൗജ് എന്നുള്ളത് താ ഒന്നുമില്ലല്ലോ, അപ്പോൾ ആണിനക്ക് ഭർത്താവ് എന്നുള്ളത് പറയും. ഇവിടെ പെണ്ണിനൊക്കെ എങ്ങനെ പറയുക, താ അല്ലാതെ. അപ്പോൾ അതിനൊരു തെളിവ് പറയുകയാണ്. ചില കാര്യങ്ങളൊക്കെ അതിന് ഇത്രാളാക്കിയുണ്ടെങ്കിൽ മറുപടി പറയുകയാണ്. അപ്പോൾ ഇത്തിലാഖുഹു സൗജ് എന്ന് പ്രയോഗിക്കലാവുന്നല്ലോ ഉൻസ, പെണ്ണ് ഭാര്യയ്ക്ക് സൗജ് എന്ന് പറയൽ. ഭർത്താവിനക്ക് ധാരാളം സൗജ് എന്ന് പറയാറുണ്ട്, എല്ലാവർക്കും സംശയമില്ല. എന്നാൽ ഭാര്യനെ പറ്റി സൗജ് എന്ന് പറയും എന്നതിന് തെളിവാകുന്നത് അങ്ങനെ പറഞ്ഞത് ഇവിടെ അതിൽ പറഞ്ഞല്ല, പറഞ്ഞതാകുന്നത് കമാഫി ഖൗലിഹി തആല, അള്ളാഹിൻ്റെ വാക്കുള്ള മാതിരിയാണ്. അള്ളാഹ് എന്ത് പറഞ്ഞിട്ടുണ്ട്? വയാ ആദമുസ്കുൻ അൻത വസൗജുക്കൽ ജന്നത്താ എന്ന് അള്ളാഹുവിൻ്റെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഓ ആദം നബിയെ, നിങ്ങൾ പാർക്കൂ, എന്താ നിങ്ങൾ തന്നെ, വസൗജുക്ക നിങ്ങളെ ഭാര്യ, മഴ സൗജുള്ള ഭാര്യ എന്നുള്ള അർത്ഥമല്ലേ. ഇനി വേറൊരു കാര്യത്തിൽ അള്ളാഹു തആല പറഞ്ഞു വാ സുലഹ്നാ ലഹു സൗജുഹു, അദ്ദേഹത്തിലേക്ക് അയ്യൂബ് നബി ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിലേക്ക് നാം ശരിയാക്കി കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ. ആടെ സൗജുള്ള ഭാര്യക്കല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ സൗജു എന്നുള്ള ഭാര്യയ്ക്ക് ഉപയോഗിക്കുന്ന ശൈലി ഖുർആനിൽ തന്നെ ഉണ്ട്. അതാണ് മുസ്ലിം ഇവിടെ പ്രയോഗിച്ചത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.